ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയന്തി അതുപോലെ സേതു സാറും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയല്ലോ. സേതുവിനാണെങ്കിൽ വൈജയന്തിയുടെ മേലൊരു നോട്ടമുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ വൈജയന്തിയെ വളച്ച് തൻ്റെ ഇംഗിതത്തിന് വഴിപ്പെടുത്തണം എന്നൊക്കെയുള്ള രീതിയിലാണ് സേതു നടക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ സ്ത്രീകളാണല്ലോ, പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാലൊന്ന് അതിൽ വീഴും. അപ്പോൾ ആ ഒരു രീതിയിലാണ് വൈജയന്തിയെ സമീപിക്കുന്നത്. തൻ്റെ ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞു കൊടുത്ത് വൈജയന്തിയിലൊരു ഇഷ്ടം, തന്നെക്കുറിച്ചൊരു ഇഷ്ടം തോന്നിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് സേതു അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയണം, ആർക്കും വേണ്ടാത്തൊരു പെണ്ണ് അവിടെ നിൽക്കുന്നു, പാവത്താനായ മര്യാദക്കാരനായ ഞാനിവിടെ നിൽക്കുന്നു, ദൈവം നോക്കുമ്പോൾ. അപ്പോൾ എന്നാൽ അവളെ ഇവൻ്റെ തലയിൽ തന്നെ വെച്ച് കെട്ടാമെന്ന് കരുതി വെച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. പിന്നീട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിരുന്നത് വൈജയന്തിയെ പോലെ ഒരു നല്ലൊരു ഭാര്യയാണ്. പക്ഷേ എന്തിനാണ് ദൈവം എന്നോട് ഈ ക്രൂരത കാണിച്ചത്? വൈജയന്തി ആ ബാലചന്ദ്രന് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് ആ സാധനത്തിന്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്ത് രസമായെന്നെ ലൈഫ് എന്നൊക്കെ പറയാട്ടോ സേതു. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ചിരിക്കുകയും മയങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വൈജയന്തിക്ക് അങ്ങനെ ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പൊന്നും ഇയാളോടില്ല കേട്ടോ. കാണുമ്പോൾ സംസാരിക്കുന്നു എന്നല്ലാതെ. പക്ഷേ വൈജയന്തിയുടെ ചിരിയും കളിയൊക്കെ കാണുമ്പോൾ സേതുവിനാണെങ്കിൽ അതൊക്കെ ഒരു പോസിറ്റീവ് സൈനായിട്ട് തോന്നുകയും അതാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ അപ്പോൾ ഒരുപാട് ഇങ്ങനെ തമാശ പറഞ്ഞ് തമാശ അതിര് വിടാനൊക്കെ പോകുന്ന സമയത്ത് വൈജയന്തി തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ സേതു സാറ് ചെന്നാട്ടെ, എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞ് അത് തീർന്നിട്ട് വേണം ഒന്ന് വീട്ടിൽ പോകാൻ, ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് തീരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നയത്തിൽ അങ്ങനെ സേതുവിനെ പറഞ്ഞയക്കുക കേട്ടോ. സേതുവിനെ വല്ലാണ്ട് ഉടക്കാനും പറ്റില്ല, കാരണം അവിടുത്തെ ഒരു ഓൾ ഇൻ ഓൾ ആണ് സേതു. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ അങ്ങനെ പറഞ്ഞയക്കുക കേട്ടോ. സേതു വൈജയന്തിയെ കുറേ എന്താ പറയുക മയക്കിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വൈജയന്തി ഒന്നും അതിലങ്ങനെ വല്ലാണ്ട് വീഴുന്നൊന്നുമില്ല. എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഇരുന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ജോലിയിൽ പിടിച്ച് നിൽക്കുക എന്നുള്ളത് വൈജയന്തിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് കേട്ടോ അങ്ങനെ സേതുവിനെ നൈസായിട്ടൊന്ന് ഒഴിവാക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയെയും മുത്തശ്ശിയാണ് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ മുത്തശ്ശിയെ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ പരിചരിച്ചിട്ട്, അപ്പോൾ ഭക്ഷണം കഴിക്കാനായപ്പോൾ ലഞ്ച് കഴിക്കാനായപ്പോൾ പറയുന്നുണ്ട്, നമ്മൾ എന്നും ഇവിടെ ഇരുന്നല്ലേ മുത്തശ്ശി കഴിക്കുന്നത്, നമുക്കിന്നൊന്ന് ഡൈനിങ് ടേബിളിൽ പോയിരിക്കുക എന്ന് പറയുമ്പോൾ, മോളെ അതിന് നിനക്ക് ഒറ്റയ്ക്ക് എന്നെ വീൽ ചെയറിലേക്ക് ഇരുത്താനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുക കേട്ടോ മുത്തശ്ശി. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, ഞാൻ ഇരുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അലീന മുത്തശ്ശിയെ ഒരുവിധം മെല്ലെ വീൽ ചെയറിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുകയാണേ. അങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് അതിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പം മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒന്ന് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയല്ലോ, കുറേ ദിവസമായില്ലേ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റില്ലോ എന്നുള്ളൊരു സന്തോഷമാണ് മുത്തശ്ശിക്ക്. അപ്പോൾ മുത്തശ്ശി ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വീൽ ചെയർ കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. അങ്ങനെ അലീന പോയിട്ട് ഭക്ഷണമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുകയാണ് മുത്തശ്ശിക്ക്. അപ്പോൾ മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടാണ് അലീന എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എന്നാൽ നീയും കഴിക്കുമെന്ന് പറയട്ടോ, ഞാൻ പിന്നെ കഴിച്ചോളാം മുത്തശ്ശി എന്ന് പറയുമ്പോൾ, നീ എന്തിനാ പിന്നെ കഴിക്കുന്നത്, നീ ഇവിടെ ഇരുന്ന് കഴിക്കുക, ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുക, നിനക്കെന്താ ഇവിടെ ഇരുന്ന് കഴിച്ചാൽ, ഇപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ, ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ എന്തെങ്കിലും പറയുള്ളൂ, ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതിന് വൈജയൊക്കെ ഉണ്ടെങ്കിലല്ലേ പറയുള്ളൂ, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, അപ്പം നിനക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം, എൻ്റെ കൂടെ അല്ലേ ഇരിക്കുന്നത്, നീ ഇരിക്കുന്നൊക്കെ പറയട്ടോ. അങ്ങനെ മുത്തശ്ശി നിർബന്ധിച്ചിട്ട് അലീന ഇരിക്കുകയാണ്. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് യാതൊരു കുഴപ്പമൊന്നുമില്ല, വൈജ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജയമോൾ ഉണ്ടെങ്കിൽ അവൾക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ ചീത്ത പറയുമായിരിക്കും എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് കഴിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല മുത്തശ്ശി, എനിക്കിവിടെ ഇരുന്ന് കഴിക്കാൻ അറിയാം, എനിക്കിവിടെ ഇരുന്ന് കഴിക്കാനുള്ള എല്ലാവിധ അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താ പറയുക, അമ്മ അതായത് മാഡത്തിന് അറിയാത്തത് കൊണ്ടല്ലേ എന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ അനുവദിക്കാത്തതൊക്കെ. അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ അവകാശങ്ങളും, എനിക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള അവകാശങ്ങളൊക്കെ എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ അലീന ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പം മുത്തശ്ശി ആകെ പകച്ചിങ്ങനെ ഇരിക്കുകയാണ്, ഇവളെന്തായി പറയുന്നത് എന്ന് ചോദിക്കുക കേട്ടോ. അങ്ങനെ നീ എന്തായി പറയണത്, നിനക്ക് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടെന്നോ, അതെന്താ നീ അങ്ങനെ ഉദ്ദേശിച്ചത്, എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മാഡം തന്നെ ഇങ്ങനെ എന്നെ ഇവിടെ പിടിച്ചിരുത്തും അല്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നൊക്കെ നീ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ അലീന അബദ്ധം പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെയല്ല മുത്തശ്ശി,
ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കുന്നത്. വീട്ടിലെ ജോലികളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ മുത്തശ്ശിയുടെ കാര്യങ്ങളും ഒക്കെ ഞാനല്ലേ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നാലും നിൻ്റെ വാക്കുകളിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് പോലെയെന്ന് പറയട്ടോ മുത്തശ്ശി. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഓരോ സമയമാകുമ്പോൾ അതിൻ്റേതായ സമയത്തെല്ലാം വന്ന് സംഭവിക്കും എന്ന് പറയാണ് അലീന. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അലീന മുത്തശ്ശിയെ റൂമിൽ കൊണ്ടാക്കിയിട്ട്, മുത്തശ്ശി ഞാൻ പോയിട്ടേ ആ മുകളിൽ കുറച്ച് തുണി അലക്കിയത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീന മുകളിലേക്ക് പോവാട്ടോ. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് ബാലചന്ദ്രനും ബബിതയും അങ്ങനെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ രോഹിത്ത് വന്നിട്ടുണ്ട്, വൈജയന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണ് ഇവൾ ഡ്രസ്സ് എടുക്കാനായിട്ട് മുകളിൽ പോകുന്നത്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വരുന്ന വഴി രോഹിത്ത് അലീനയെ കാണുക കേട്ടോ. അലീനയെ കണ്ടിട്ട് അപ്പം രോഹിത്ത് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവളൊന്ന് മുട്ടി നോക്കാനാണ് രോഹിത്ത് വിളിക്കുന്നത് കേട്ടോ. എങ്ങനെയെങ്കിലും തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാം. അതായത് ഹരി പറഞ്ഞു വെച്ചേക്കാണല്ലോ, അവളെ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അവൾ വീഴും എന്നുള്ള രീതിയിൽ. അപ്പോൾ രോഹിത്ത് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ രോഹിത്തിൻ്റെ സംസാരം ശരിയായ രീതിയിലല്ല എന്നുള്ളത് കണ്ടിട്ട് അലീന അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് താഴേക്ക് പോവാട്ടോ. ആ സമയത്താണ് ബാലചന്ദ്രൻ വന്നിട്ട് തൻ്റെ പേഴ്സിൽ നിന്നൊരു 1000 റുപ്പീസ് കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നോക്കുന്നുണ്ട്, ബബിതയോട് ചോദിക്കുന്നുണ്ട് നീ എടുത്തോടിയെന്ന്. ബബിത പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല അച്ഛാന്ന് പറയുന്നുണ്ട്. അതുപോലെ രോഹിത്തിനോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, രോഹിത്തും പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പോഴാണ് വൈജ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കാട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ഒരു 1000 റുപ്പീസ് ഇതിലുണ്ടായിരുന്നു, ഇത് കാണുന്നില്ല എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എല്ലാവരോടും ചോദിക്കുക, എല്ലായിടത്തും നോക്കിയോന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയാണ്. എല്ലായിടത്തും നോക്കി അവിടെ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറയാണ്. എന്നാൽ പിന്നെ ഇവരാരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവരാരും എടുത്തില്ല, ഞാനൊന്നും എടുത്തില്ല അമ്മയെന്ന് ബബിത പറയാട്ടോ. അപ്പം അങ്ങനെ ആ 1000 റുപ്പീസ് കാണാനില്ല. അപ്പം ബബിത വീണ്ടും പറയുന്നുണ്ട് അതെടുത്തത് അവൾ തന്നെയായിരിക്കും, ഇവിടുത്തെ സെർവൻ്റ് ഉണ്ടല്ലോ അവൾ തന്നെയായിരിക്കും എടുത്തതെന്ന് പറയാട്ടോ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ആ അങ്ങനെയൊന്നും എടുക്കത്തില്ല എന്ന് പറയാണ് ബാലചന്ദ്രൻ. പിന്നെ ബാലചന്ദ്രൻ ഏത് സമയം അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നോ. ആ മോതിരത്തിൻ്റെ കേസിൽ എനിക്കിപ്പോഴും സംശയം മാറിയിട്ടൊന്നുമില്ല, എന്തായാലും ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയാട്ടോ. അങ്ങനെ ആ സമയത്ത് അലീന കിച്ചണിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അലീനയോട് ചോദിക്കുക, ഇങ്ങനെ കുശലാന്വേഷണം പോലെ ചോദിക്കുക കേട്ടോ. അങ്ങനെ വെറുതെ നല്ല രീതിയിൽ ചോദിക്കുകയാണ്, കുറച്ച് വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ. എന്തൊക്കെയാണ് നിൻ്റെ ബുദ്ധിമുട്ടുകൾ, എനിക്ക് ഒരുപാട് പൈസയ്ക്കൊക്കെ ആവശ്യമുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, മമ്മി ഉണ്ടാക്കി കുറച്ച് കടമുണ്ട്, അതൊക്കെ ഒന്ന് വീട്ടണം എന്നൊക്കെ പറയാട്ടോ അലീന. അപ്പോൾ പൈസക്ക് നിനക്ക് അത്യാവശ്യം ഉണ്ടല്ലേ, ഒരുപാട് അത്യാവശ്യങ്ങളുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറയാട്ടോ. ആ സമയത്താണ് വൈജയന്തി ചോദിക്കുന്നത്, അതുകൊണ്ടാണോ നീ ബാലചന്ദ്രൻ്റെ 1000 റുപ്പീസ് എടുത്തതെന്ന് ചോദിക്കാട്ടോ. മാഡം എന്താ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അലീന. ബാലചന്ദ്രൻ്റെ 1000 റുപ്പീസ് കാണാനില്ല, അതെടുത്തത് നീയല്ലേ, എടുത്തത് കാശ് തിരിച്ച് വെച്ചേക്കെന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര വിഷമാവുകയാണ്. അപ്പോൾ അലീനയെ ഇങ്ങനെ സംശയിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ അലീനയെ സംശയിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യാട്ടോ വൈജയന്തി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.